ഹലോ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച മാത്രമേ ഒഴിവുള്ളൂ കേട്ടോ. അപ്പോൾ ചാച്ചൻ ഞങ്ങളോട് പറയാറുണ്ട് ഏത് നേരവും പിള്ളേരെയും കൂട്ടി ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കേണ്ട, വൈകുന്നേരമായി കഴിയുമ്പോൾ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് അവിടെയൊക്കെ പോയിക്കോ എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ പോകാറില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഈ പോയ പോലെ തന്നെ തിരിച്ചെത്തണമല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ വഴി തെറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. കാരണം ഒറ്റയ്ക്കാണല്ലോ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒറ്റയ്ക്ക് പോകണ്ട, വഴി തെറ്റണ്ടല്ലോ എന്ന് വിചാരിച്ച് ചാച്ചനുള്ളപ്പോൾ ഒരു ദിവസം വഴിയൊക്കെ കാണിച്ച് പോവാം എന്ന അങ്ങനത്തെ ഒരു പ്ലാനിലായിരുന്നു. പക്ഷേ അതിന് പോലും ചാച്ചന് സമയം കിട്ടാറില്ല. ഈ ഞായറാഴ്ച ഒഴിവുള്ളപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാത്രി എവിടെയെങ്കിലുമൊക്കെ പോകും, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ഇറങ്ങും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നത്. ഇനി ഒരു ദിവസം ചാച്ചൻ്റെ കൂടെ പോകണം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്ലാൻ പൊട്ടിച്ചു. ഞങ്ങൾ ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നത് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോഴും ചാച്ചനില്ല ഞങ്ങളുടെ കൂടെ ഇന്ന് അലിസ്റ്റർ ബ്രോയാണ് ഉള്ളത്. അപ്പോൾ ആൾ ഇന്ന് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ ഒരുമിച്ചാണ് നമ്മളിന്ന് ഔട്ടിങ് പോണത്. വലിയ ദൂരേക്കൊന്നും പോകുന്നില്ല, കാരണം നടന്നാണല്ലോ പോണത്. ഈ രണ്ടെണ്ണത്തിനെയും പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ നടക്കേണ്ടി വരും. താഴെ നിൽക്കണ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവന്മാരെടുത്തുകൊണ്ട് നടക്കേണ്ട അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരേക്ക് പോകുന്നില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം, നടക്കാം, അങ്ങനത്തെ ഒരു ഇതിലാണ് പോകണേ കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ കയറണയ്ക്ക് മുമ്പ് തന്നെ ഞാൻ ഇവന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടക്കാൻ ഇനി എല്ലാ ദിവസവും പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും താഴെ ഇറങ്ങി നടന്നോളണം, എങ്കിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താവും എന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. അപ്പോൾ ഇത് അലിസ്റ്റർ ബ്രോയും ഞങ്ങളെല്ലാവരും കൂടി ലിഫ്റ്റിലൊക്കെ കയറി അങ്ങ് പോവാണ്. നടക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി പോയതാണ്. പക്ഷേ ഇവന്മാരൊന്ന് താഴെ ഇറങ്ങിയത് പോലും ഇല്ല കേട്ടോ. എന്ത് ചെയ്താൽ താഴെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും ഒക്കെ തന്നെയായിരുന്നു. അതോടുകൂടി ഞാൻ പറഞ്ഞു, മക്കളെ ഈ നടത്തം അവസാനിപ്പിച്ചോ. ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ റൂമിൽ തന്നെ ഇരുന്നാൽ പോരെ. റൂമിൽ എടുത്തുകൊണ്ട് നടക്കണം, പുറത്തിറങ്ങിയാലും എടുത്തുകൊണ്ട് നടക്കണം, നടക്കണ കാര്യമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നടത്തമൊന്നുമില്ല, അവിടെ റൂമിൽ തന്നെ അങ്ങനെ ഇരുന്നാൽ മതി, പപ്പയുള്ളപ്പോൾ പോകാം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു പിള്ളേരെല്ലാം അങ്ങ് എൻജോയ് ചെയ്തിട്ടൊക്കെ. കുറേ ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറേ ഫ്ലാറ്റിൽ ഇപ്പോഴും മാലബൾബൊന്നും ഊരിയിട്ടില്ല, ദീപാവലിയോട് അനുബന്ധിച്ചിട്ടതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അതേ ബ്രിഡ്ജിൽ കയറണമെങ്കിൽ താഴെ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചെക്കൻ ചാടി ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം നടന്നല്ലോ. അപ്പോഴും എൻ്റെ ചെറുത് എൻ്റെ ഒക്കത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവന്മാർ എൻജോയ് ചെയ്തു. കുറച്ച് നേരമൊക്കെ ഞാൻ നടന്നു. പിന്നെ അധികം നേരം ഞങ്ങൾ നടക്കാൻ നിന്നില്ല, കാരണം തണുപ്പായി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കാരണം വേഗം റൂമിൽ പോയിട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ചെക്കൻ്റെ ചുണ്ടൊന്ന് ചെറുതായിട്ട് പൊട്ടി. അപ്പോൾ അത് ചാച്ചന് അയച്ചു കൊടുക്കുന്ന വീഡിയോ ആണ്. ചേട്ടൻ കാണിക്കുന്നുണ്ട്, അനിയനും കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.